ദേശാഭിമാനി മുഖപ്രസംഗം 2024 ആഗസ്റ്റ് 19. ഞെട്ടിക്കരയുന്നു ഇന്ത്യ. സ്വാതന്ത്ര്യദിന പുലരിയെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളിൽ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ട് ഞെട്ടിക്കരയുകയാണ് ഇന്ത്യ. കൊൽക്കത്തയിലെ RG കർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. പൈശാചികമായ കൊലപാതകത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധ ജ്വാലകൾ ആളുകയാണ്. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിലുണ്ട്. ശനിയാഴ്ച ഡോക്ടർമാരുടെ പണിമുടക്കിൽ രാജ്യത്തെ ആരോഗ്യ മേഖല സ്തംഭിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒട്ടേറെ ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. തെളിവുകൾ തേച്ചുമാച്ച് കളയാനും അന്വേഷണം അട്ടിമറിക്കാനും ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും തുടക്കത്തിലെ നീക്കമുണ്ടായി. ആഗസ്റ്റ് 9 പുലർച്ചെയാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ദേഹമാസകല മുറിവുകളോടെ മെഡിക്കൽ PG വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടത്. 36 മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്ത് തളർന്ന ഡോക്ടർ ഒന്ന് തലചായ്ക്കാൻ സെമിനാർ ഹാളിൽ എത്തിയതായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാൻ മറ്റൊരിടം ഇല്ലാത്തതിനാലാണ് അവിടെ എത്തിയത്. ഇരുട്ടിൻ്റെ മറവിൽ പതുങ്ങിയിരുന്ന കാമഭ്രാന്തന്മാർ അവളെ പിച്ച് ചീന്തി കൊലപ്പെടുത്തി. അക്രമികൾ ഒന്നിലധികം പേരുണ്ടെന്നതിന് തെളിവുകൾ ഇതിനകം പുറത്തു വന്നു. എന്നാൽ ഒരാളെ മാത്രമാണ് മമതാ ബാനർജിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്ത പോലീസിൽ പ്രവർത്തിക്കുന്ന സിവിൽ വോളണ്ടിയർ സഞ്ജയ് റോയിയാണ് അറസ്റ്റിലായത്. ഇയാളെ CBIക്ക് കൈമാറിയിട്ടുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് CBI കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് ബംഗാൾ പോലീസ് കേസെടുത്തിരുന്നത്. പോലീസിലെ സിവിക് വോളണ്ടിയർമാർ ഏറെയും മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. കൊൽക്കത്തയിൽ 37,000 പോലീസുകാരിൽ ഏതാണ്ട് 7,200 സിവിക് വോളണ്ടിയർമാരുണ്ട്. സംഭവം പുറത്തു വന്ന ഉടനെ പ്രതിഷേധം അടിച്ചമർത്താനായിരുന്നു പോലീസിൻ്റെ നീക്കം. ഒപ്പം തൃണമൂലുകാർ വ്യാപകമായ അക്രമവും അഴിച്ചുവിട്ടു. ആശുപത്രിയിൽ കയറി ഡോക്ടർമാരെ അടക്കം മർദ്ദിച്ചു. കിടക്കകളും മെഡിക്കൽ ഉപകരണങ്ങളുമെല്ലാം നശിപ്പിച്ചു. ആഗസ്റ്റ് 9 വാർത്താസമ്മേളനം നടത്തിയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് കുമാർ ഘോഷ് കൊല്ലപ്പെട്ട യുവതിയുടെ പേര് വെളിപ്പെടുത്തുകയും സെമിനാർ ഹാളിൽ പോയതിനെ കുറ്റപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ബലാത്സംഗ കൊലയ്ക്കെതിരെ പ്രിൻസിപ്പലോ മറ്റ് അധികൃതരോ പോലീസിൽ പരാതി നൽകിയുമില്ല. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഘോഷ് രാജിവെച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇയാളെ മറ്റൊരു മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായി സർക്കാർ നിയമിച്ചു. ഹൈക്കോടതി അത് തടഞ്ഞു. മകൾക്ക് സുഖമില്ലെന്നും പിന്നീട് മരിച്ചെന്നും സംഭവ ദിവസം രാവിലെ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ അച്ഛനമ്മമാരെ ഏറെ വൈകിയാണ് മൃതദേഹം കാണിച്ചത്. വൈകിട്ടോടെ പുറത്തു വന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് അതിക്രൂരമായ ബലാത്സംഗ കൊലയാണ് നടന്നതെന്ന് വെളിപ്പെട്ടത്. 2012 ഒരു രാത്രിയിൽ ഡൽഹിയിൽ നിർഭയയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് സമാനമായ സംഭവം. ബംഗാളിൽ തൃണമൂൽ ഭരണത്തിൽ സ്ത്രീ സുരക്ഷയുടെ സ്ഥിതി വെളിപ്പെടുത്തുന്നതാണ് കൊൽക്കത്ത സംഭവം. ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ള സാഹചര്യം തന്നെയാണ് മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിലും. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ അധ്യാപകൻ ബലാത്സംഗം ചെയ്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചത് അടുത്ത ദിവസമാണ്. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതും കഴിഞ്ഞ ദിവസമാണ്. ജൂലൈ 30 ഈ ബലാത്സംഗ കൊല. നാരീശക്തിയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും സ്ത്രീകളെ ദേവതമാരെന്ന് വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഭരണത്തിൽ ഡോക്ടറടക്കം ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നു. ഈ വാഴ്ത്തലുകളൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം ഹനിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ അവർക്ക് സുരക്ഷയൊരുക്കാനല്ല. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം 80 ബലാത്സംഗം നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമം അവസാനിപ്പിക്കാനും അവർക്ക് ഭയമേതുമില്ലാതെ ജീവിക്കാനും വലിയ പോരാട്ടങ്ങൾ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. കൊൽക്കത്ത സംഭവം അക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.